ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം നോർമലായിട്ട്. നമ്മൾ കൂടുതൽ അതിനെ ബ്രേക്ക് ആവുന്നുണ്ട് മോളെ, ഒന്ന് ലെഫ്റ്റ് ചെയ്ത് റീജോയിൻ ചെയ്യോ? ബ്രേക്ക് ആവുന്നുണ്ട്. ആണ് പറയുന്നത്. അപ്പൊ അതിനിപ്പോ നമ്മൾ പറഞ്ഞു തന്നില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിനെ കുറിച്ച് ചെറിയൊരു മെഡിറ്റേഷൻ ആണ് എടുക്കണേ. ബ്രീത്ത് അവയർനെസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണ്. കണ്ണുകൾ അടച്ചിരിക്കുക. കേൾക്കുന്നുണ്ടോ? കണ്ണുകൾ അടച്ചിരിക്കുക. നെഞ്ചിലേക്ക് കൈവയ്ക്കാം. രണ്ട് കൈകളും, ഒരു കൈ വലത്തെ കൈ മുകളിൽ വെക്കുക, നെഞ്ചിന് മുകളിൽ വെക്കുക, അതിന് മുകളിലായിട്ട് അടുത്ത കൈ വെക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ബ്രീത്ത് പുറത്തേക്ക് വിടാം. ബ്രീത്ത് എടുക്കുമ്പോ കൈ ഒന്ന് ഫ്രീ ആക്കി കൊടുക്കുക, ഒന്ന് ലൂസ് ആക്കി കൊടുക്കുക, ഒന്ന് ഉയർത്തി കൊടുക്കുക. മനസ്സിലായോ? വീണ്ടും ബ്രീത്ത് എടുക്കാം. ബ്രീത്ത് എടുക്കുമ്പോ നമ്മൾ കൈ റിലീസ് ചെയ്യണം. ബ്രീത്ത് പുറത്തേക്ക് വിടുമ്പോ പ്രസ് ചെയ്യണം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി കൈ മാറ്റുക, കൈ റിലീസ് ചെയ്യുക. കൈ ചിന്മുദ്രയിൽ പിടിക്കുക. ചിന്മുദ്ര ചൂണ്ടുവിരലും തള്ളവിരലും അതിന്റെ തുമ്പ് ചേർത്ത് വെക്കുക. ബാക്കി 3 വിരലും നിവർത്തി പിടിക്കുക. ഞാൻ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഓക്കെ. എന്നിട്ട് മലർത്തി പ്ലേസ് ചെയ്യാം. ഞാൻ വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ വോയിസ് ബ്രേക്ക് ചെയ്തെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. വോയിസ് കേൾക്കാനില്ലല്ലോ. അതിന് വോയിസ് വീണ്ടും പോയി. കസേരയിൽ ഇരുന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മുട്ടിന് മുകളിലായിട്ട് പ്ലേസ് ചെയ്യാം. വോയിസ് ബ്രേക്ക് ആയിരുന്നു, അതുകൊണ്ട് ആ സംഭവം കേട്ടിട്ടില്ല കേട്ടാ. കൈ ചിന്മുദ്രയിൽ പിടിക്കാം. മുട്ടിന് മുകളിലായിട്ട് കൈ പ്ലേസ് ചെയ്യാം. കൈ മുകളിലോട്ട്, കൈയുടെ ഉൾഭാഗം മുകളിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. കണ്ണുകൾ അടച്ചിരിക്കുക. എന്നിട്ട് നമ്മളുടെ ബ്രീത്തിനെ ഒന്ന് ശ്രദ്ധിക്കുക. ബ്രീത്ത് എടുക്കുമ്പോ നെഞ്ച് വികസിക്കുന്നതായിട്ടും ബ്രീത്ത് പുറത്തേക്ക് വിടുമ്പോ നെഞ്ച് ചുരുങ്ങുന്നതായിട്ടും സങ്കല്പിക്കുക, ഫീൽ ചെയ്യാം. ഓരോ ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുമ്പോഴും കൗണ്ട് ചെയ്യാം. ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുമ്പോ 1 കൗണ്ട് ചെയ്യാം. ബ്രീത്ത് പുറത്തേക്ക് വിടുമ്പോ 2 കൗണ്ട് ചെയ്യാം. അങ്ങനെ 10 വരെ കൗണ്ട് ചെയ്യാം. ബ്രീത്ത് ഇൻ ചെയ്യുന്നു, വീണ്ടും 3. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോ 4. വീണ്ടും ബ്രീത്ത് എടുക്കുന്നു, 5. ബ്രീത്ത് പുറത്തേക്ക് വിടുന്നു, 6. ബ്രീത്ത് വീണ്ടും ഉള്ളിലേക്ക് എടുക്കുന്നു, 7. ബ്രീത്ത് പുറത്തേക്ക് വിടുന്നു, 8. നെഞ്ചിലേക്ക് തന്നെ ആയിരിക്കണം ശ്രദ്ധ. 10 കൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാല് വീണ്ടും 1ലേക്ക് വരിക, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ബ്രീത്ത് ഇൻ 1, ബ്രീത്ത് ഔട്ട് 2. ഞാൻ പറയാതെ നിങ്ങൾ തന്നെ മനസ്സിൽ കൗണ്ട് ചെയ്തിട്ട് 10 വരെ കൗണ്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1ലേക്ക് വരിക. അങ്ങനെ ടോട്ടൽ 30 കൗണ്ട്. 10 വരെ മാത്രം കൗണ്ട് ചെയ്താൽ മതി ട്ടോ. 3 10 ആവുമ്പോ 30 ആവുമല്ലോ. കണ്ണടച്ചിട്ട് തന്നെ ചെയ്യാം.
ബ്രീത്തില് ശ്രദ്ധിക്കുക, നെഞ്ചിലും ശ്രദ്ധിക്കുക. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ട് കടന്നു പോകുന്നതും നെഞ്ചി വരെ എത്തുന്നതും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. തേർട്ടി കൗണ്ട് ആയി കഴിഞ്ഞാല് പതിയെ കൗണ്ടിങ് നിർത്തുക. ബ്രീത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരാം. ഇനി കൗണ്ട് ചെയ്യുന്നത് ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുന്നത് മാത്രം കൗണ്ട് ചെയ്യാം. ബ്രീത്ത് പുറത്തേക്ക് വിടുന്നത് കൗണ്ട് ചെയ്യണ്ട. ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുന്നത് മാത്രം 1 എന്ന് കൗണ്ട് ചെയ്യാം. പുറത്തേക്ക് വിടുന്നത് കൗണ്ട് ചെയ്യണ്ട. വീണ്ടും ബ്രീത്ത് എടുക്കുമ്പോ 2 എന്ന് കൗണ്ട് ചെയ്യാം. അങ്ങനെ 5 കൗണ്ട് ചെയ്യാം. അഞ്ച് കൗണ്ട് കഴിഞ്ഞാല് വീണ്ടും ഒന്നിലേക്ക് വരിക. വീണ്ടും 5 കൗണ്ട്. ഓക്കെ, 3 റൗണ്ട് 5 കൗണ്ട് വരെ എണ്ണുന്നു. ഇനി അടുത്തത് ശ്രദ്ധിക്കാനുള്ളത്, ബ്രീത്ത് നമ്മൾ എടുക്കുന്നത് അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ ബ്രീത്ത് എടുത്ത് തീരുന്ന എൻഡ് പോയിന്റ് വരെ നമ്മൾ ശ്രദ്ധിക്കണം. അതിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരാം. ബ്രീത്തിന്റെ എടുക്കുന്ന ഫസ്റ്റ് പോയിന്റ് മുതൽ ബ്രീത്ത് എടുത്ത് തീരുന്ന പോയിന്റ് വരെ. ബ്രീത്ത് പുറത്തേക്ക് വിടുന്നത് ശ്രദ്ധിക്കേണ്ട. ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡ് വരെ. ബ്രീത്ത് എടുത്ത് തുടങ്ങില്ലേ നമ്മള്, ബ്രീത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റും ഇതൊന്നും ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നമ്മള്. കേക്കുന്നുണ്ടോ? സ്റ്റാർട്ടിംഗ് പോയിന്റില്ലേ, ബ്രീത്ത് എടുക്കുന്നു, പതുക്കേനെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് മുതൽ ഇങ്ങനെ ബ്രീത്ത് പുറത്തേക്ക് വിടേണ്ട പോയിന്റിന്റെ മുന്നേ നമ്മൾ ബ്രീത്ത് എടുത്ത് നിർത്തുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ലേ, ആ ഒരു പോയിന്റ്. കേക്കുന്നുണ്ടാ? കേക്കാം. അതുവരെ കൗണ്ട് ചെയ്യണോ? അത് നമ്മൾ ശ്രദ്ധിക്കാൻ മാത്രമേ ഉള്ളൂ. അതും ശ്രദ്ധിക്കാം, നമ്മളുടെ നെഞ്ചിന്റെ ഭാഗവും ശ്രദ്ധിക്കാം. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു 5 ബ്രീത്ത് എടുത്ത് വിട്ടോ. അതിനുശേഷം പുറത്തേക്ക് വിടുന്ന പോയിന്റിലേക്ക് ശ്രദ്ധിക്കുക. പുറത്തേക്ക് വിട്ട് തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ശ്രദ്ധിക്കുക. അതുപോലെ
ബ്രീത്ത് പുറത്തേക്ക് വിട്ട് കഴിയുന്ന ഒരു പോയിന്റ് ഇല്ലേ, വീണ്ടും ബ്രീത്ത് എടുക്കണം എന്ന് തോന്നുന്ന ആ ഒരു പോയിന്റും ശ്രദ്ധിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചതാണെന്ന് വിചാരിക്കണു. ഇനി നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും ചെയ്ത ആൾക്കാരെ ഒന്ന് പറഞ്ഞേ. ഇത് കിട്ടിയോ പോയിന്റുകൾ? ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ കിട്ടിയോ? അതുപോലെ നിങ്ങൾ ഈ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് മറ്റ് ചിന്തകൾ എന്തെങ്കിലും കടന്നു വന്നോ? അതുപോലെ എന്തെങ്കിലും നമ്മളെ മൈൻഡിലേക്ക് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും കടന്നു വന്നോ എന്നൊക്കെയാണ് ചോദിക്കണേ. നമ്മൾക്ക് ഏത് സമയവും കുറെ ചിന്തകൾ ഉണ്ടായിരിക്കും നമ്മളുടെ മൈൻഡില്. ഈ സമയം ഇപ്പൊ നമ്മൾ ചെയ്ത അത്രയും സമയം ബ്രീത്തിൽ തന്നെയാണോ ശ്രദ്ധ വന്നത്? അതുപോലെ മറ്റു കാര്യങ്ങൾ പുറമേ നിന്ന് നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവന്നോ? ബ്രീത്തിങ്ങിലായിരുന്നു ശ്രദ്ധ. വേറെ എവിടേക്കെങ്കിലും പോയിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. ഇതാണ് ഇല്ല. ബ്രീത്തിങ്ങും പിന്നെ ബ്രീത്തിങ് പുള്ളി എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു, മറ്റു ചിന്തകൾ ഉള്ളിലേക്ക് കടന്നു വരുത്തുന്നില്ല. ഓക്കെ, കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ടെൻഷൻ അടിക്കില്ല, മറ്റ് ചിന്തകൾ ഉള്ളിലേക്ക് കടന്നു വരില്ല. ഓക്കെ, നമ്മള് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. നമ്മള് കേൾക്കുന്നുണ്ടോ? എന്താണ് പറയണേ? ശ്രുതി ഒരു മിനിറ്റ്, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ചോദിച്ചോ മോളെ. ഓക്കെ, അതിലത് കംപ്ലീറ്റ് ചെയ്തിട്ട് ശ്രുതി ഡൗട്ട് ചോദിച്ചോട്ടെ. ഓക്കെ. നമ്മള് 3 കാര്യങ്ങളാണ് നമ്മളുടെ മൈൻഡിനെ 3 കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കുകയാണ്. നമ്മള് ഒരു കാര്യങ്ങളിലും ശ്രദ്ധ വരാണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് കുറെ ചിന്തകൾ നമ്മളുടെ തലയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ മൈൻഡിലേക്ക് വരുന്നത്. അപ്പോ നമ്മൾ സ്വയം നമ്മൾക്ക് ചിന്തിക്കാനുള്ള ടോപ്പിക് ഇട്ട് കൊടുക്കുകയാണ് നമ്മളെ മൈൻഡിന്. നമ്മളെ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ബ്രീത്ത് എടുക്കുന്നുണ്ട്, നെഞ്ചിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, കൗണ്ട് ചെയ്യുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കണത്. അപ്പോ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണതിന്റെ ഇടയ്ക്ക് നമുക്ക് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ സമയമില്ല. അതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മള് 2 or 3 ചിന്തകൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും. ഇപ്പൊ ഇന്നത് ചെയ്യുമ്പോ, ഇപ്പൊ നമ്മള് ചോറുണ്ണാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കാര്യം ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കാര്യം ചെയ്യാൻ. അങ്ങനെ ഒരു 5-6 കാര്യങ്ങൾ തലയിലുണ്ടാവും. നമ്മള് ഫുഡ് കഴിക്കുകയാണെങ്കിലും നമ്മൾ മൈൻഡ് കൊണ്ട് അത് ആസ്വദിച്ചിട്ടോ ഫുഡിന്റെ ടേസ്റ്റോ അങ്ങനെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാണ് ചെയ്യണേ ഇതില്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഇനി എന്താണ് സംശയമുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോ. നമ്മള് മൂക്കിക്കൂടെ ശ്വാസം എടുത്ത് മൂക്കിക്കൂടെ തന്നെയല്ലേ വിടുന്നേ? അതെ. പക്ഷെ നമ്മള് മൂക്കിക്കൂടെ ശ്വാസം എടുത്തിട്ട് നമ്മള് ഏത് വഴിക്കാണ് നമ്മള് മൂക്കിക്കൂടെ ശ്വാസം എടുത്തിട്ട് നമ്മളുടെ നെഞ്ച് വരെ എത്തുന്ന ഭാഗത്തേക്ക് ശ്രദ്ധ കൊടുക്കണ്ട്. നെഞ്ച് വികസിക്കുന്നതും ചുരുങ്ങുന്നതും നമ്മള് മുന്നേ അറിയാറില്ലല്ലോ. നമ്മള് സാധാരണ രീതിയിൽ ശ്രദ്ധിക്കാറില്ല. പിന്നെ നമ്മള് ശ്രദ്ധിക്കാൻ പറ്റില്ല. മറ്റുള്ളവരിൽ എന്തെങ്കിലും ചിന്തകൾ വരികയാണെങ്കിൽ പറ്റില്ലല്ലോ. പറ്റില്ല. പ്രാണായാമം ചെയ്യാൻ പറഞ്ഞാൽ പോലും നമ്മൾ ഇത് ചെയ്യുമ്പോ നമ്മൾ ബ്രീത്തിലേക്ക് തന്നെ ശ്രദ്ധ പോണമെന്നില്ല. അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഓക്കെ, ഇനി വേറെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഹോൾഡ് ചെയ്യണോ? ഇത്ര സെക്കൻഡ് ഹോൾഡ് ഒന്നും ചെയ്യണ്ട. ഹോൾഡ് ചെയ്യുന്നില്ല ഇതില്.
നമ്മള് ബ്രീത്തിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടുപിടിച്ചു, ബ്രീത്തിന്റെ എൻഡ് പോയിന്റ് കണ്ടുപിടിച്ചു. അതുപോലെ ബ്രീത്ത് പുറത്തേക്ക് വിട്ട് തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടുപിടിച്ചു. അതുപോലെ താഴെ പുറത്തേക്ക് വിട്ട് കഴിയുന്ന ലാസ്റ്റ് എൻഡ് പോയിന്റ് കണ്ടുപിടിച്ചു. 4 പോയിന്റ് അവിടെ കണ്ടുപിടിച്ചു. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തപ്പോ ഓരോ ബ്രീത്തും കൗണ്ട് ചെയ്തു. കൗണ്ട് ചെയ്യുമ്പോ പലരും 10 കൗണ്ട് കഴിഞ്ഞ് 11 കൗണ്ടിലേക്ക് പോയ ആരെങ്കിലും ഉണ്ടോ? കോൺസെൻട്രേഷൻ കുറവുള്ള ആൾക്കാര് 10 കഴിഞ്ഞാൽ 11, 12 അങ്ങനെ പോവും. ഇത് അങ്ങനെ പോവാതിരിക്കാൻ നമ്മൾ അവിടെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും ശ്രദ്ധ നമ്മളുടെ ബ്രീത്തിലേക്ക് തന്നെ വരും. വീണ്ടും 1ലേക്ക് വരും. വീണ്ടും 10 എത്തി കഴിയുമ്പോ വീണ്ടും 1ലേക്ക് വരണം എന്നുള്ളൊരു ബോധം നമ്മളുടെ തലയിലുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിലുണ്ട്, കൊടുത്തിട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മള് പ്രാക്ടീസ് ചെയ്യാണ്. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യാട്ടോ. ഈ ഒരാഴ്ച ചെയ്ത് നോക്ക്, നല്ല ഡിഫറൻസ് വരും. നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വരും. നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കാൻ പറ്റും. ഡെയിലി 5 മിനിറ്റ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ പറയാ. 3 മിനിറ്റ് എങ്കിലും മിനിമം പ്രാക്ടീസ് ചെയ്യണം. 5 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. 3 നേരം ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന്റെ ഡിഫറൻസ് ഉണ്ടാവും. കുട്ടികൾക്കും ചെയ്യാം. മാം, ആദ്യത്തെ പ്രാവശ്യം രണ്ടും കൗണ്ട് ചെയ്യണ്ടേ? ആദ്യത്തെ പ്രാവശ്യം രണ്ടും കൗണ്ട് ചെയ്യണം. ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും കൗണ്ട് ചെയ്യണം. അത് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം, അത് ശരിയായിട്ട് വേണം നമ്മളുടെ ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുന്നത് മാത്രം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഏറ്റവും സ്റ്റാർട്ടിങ്ങില് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഇത്. മൂന്നാമത്തെ പ്രാവശ്യം ആദ്യത്തെ തവണ രണ്ടും കൗണ്ട് ചെയ്തു. രണ്ടാമത്തെ തവണ ബ്രീത്തിന്റെ ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റും ആ ബ്രീത്ത് എടുത്ത് കഴിയുന്ന പോയിന്റും കൗണ്ട് ചെയ്തു. മൂന്നാമത്തേതില് പുറത്തേക്ക് വിടുന്ന പോയിന്റും പുറത്തേക്ക് വിട്ട് തുടങ്ങുന്ന ആ സ്റ്റാർട്ടിങ് പോയിന്റ് ഇല്ലേ, ആ പോയിന്റും ബ്രീത്ത് എടുത്ത് പുറത്തേക്ക് വിട്ട് കഴിയുന്ന ലാസ്റ്റ് പോയിന്റ് ഇല്ലേ, ആ പോയിന്റും. പ്രാക്ടീസ് ആണ് നമ്മൾ. ആതിര എന്താ പറ്റി അവിടെ ലാസ്റ്റ് പ്രാക്ടീസ് മതി. ചെയ്യുമ്പോഴാണ് അതുകൊണ്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ഇനി നമ്മള് ബ്രീത്തിങ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കൈ മുട്ടിൽ വെക്കുന്നത് അതൊന്ന് കാണിച്ചു തരാമോ എങ്ങനെയായിരുന്നു എന്നുള്ളത്? ആരെങ്കിലും ഇരിക്കോ? ആരെങ്കിലും ഒരാളുടെ ഷക്കീല ഇരുന്നത് ഓക്കെയാണ്. ഷക്കീല എന്നുള്ള ആ ഒരു ഐഡിയ ഒന്ന് നോക്കിക്കോ. ഷക്കീല കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. ഷക്കീല എന്നുള്ള ഐഡിയ ഒന്ന് പിൻ ചെയ്തിട്ട് ഷക്കീല ഒന്ന് കാണിച്ചു കൊടുത്തേ. ഫുൾ സ്ക്രീൻ ഷക്കീലന്റെ അതൊന്നും നോക്കിയാൽ മതി. മുട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തേ ഷക്കീല. ക്യാമറ ഒന്ന് റെഡി ആക്കിക്കോ. അത് അവിടെ ആതിരക്ക് അവിടെ താഴേക്ക് ഒന്ന് ആക്കി കഴിഞ്ഞാല് കിട്ടും. ഓക്കെ കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലേ? മറ്റേ ചിന്മുദ്ര തുമ്പ് ചേർത്ത് വെക്ക. ഓക്കെ, അത്രേ വേണ്ടു. ഓക്കെ. ഷക്കീല എന്നുള്ള ഐഡിയ ഒന്ന് പിൻ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങക്ക് വീഡിയോ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും കേട്ടോ. വീഡിയോയിൽ ഉണ്ടാവും. ഓക്കെ മിനി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആതിര, അവിടെ എന്താ റേഞ്ചിന്റെ ഇഷ്യൂസ് സാധാരണ ഉണ്ടാവില്ലല്ലോ, എന്ത് പറ്റി? അതെ, ഇന്നിപ്പോ ഞാൻ എന്റെ വീട്ടിലോട്ട് വന്നൂന്നേ. എന്റെ മോൾക്ക് പനി പിടിച്ചുന്നേ. പെട്ടെന്ന് ഉച്ചയ്ക്കാണ് പനി വന്നത്. അത് പെട്ടെന്ന് ഒരു 102 ഡിഗ്രി പനി വന്നപ്പോ പിന്നെ ഒന്നും ചെയ്യാനില്ല. എന്നിട്ടും ക്ലാസ് എടുക്കുക, പുറത്തേക്ക് വിടുക. വയറിന്റെ ചലനം ഒന്ന് നോക്കിയിട്ട് വേഗം പറയട്ടാ. അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാര് ഉണ്ടാവൂലോ.
ബ്രീത്ത് എടുക്കുമ്പോ എങ്ങനെയാണ് വയറ് ഉയർന്നു വരികയാണോ വയറ് താണു പോവാണോ ബ്രീത്ത് പുറത്തേക്ക് വിടുമ്പോ ഉയർന്നു വരികയാണോ താണു പോവാണോ ബ്രീത്ത് എല്ലാവരും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞോളൂ ട്ടാ. എടുക്കുമ്പോ ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുമ്പോ വലിയ ഉള്ളിലേക്ക് വരുന്നു. ബ്രീത്ത് പുറത്തോട്ട് വിടുമ്പോ വയറ് വീർക്കുന്നു. നെഞ്ചിന്റെ ഓപ്പോസിറ്റ്, നെഞ്ചത്തുള്ളതിന്റെ ഓപ്പോസിറ്റ്. ഓ അതാണ് ഇപ്പൊ ഇതുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ബ്രീതിങ് കറക്ഷൻ ഉള്ള ആൾക്കാരാണ് കേട്ടാ. ബ്രീത്ത് എടുക്കുമ്പോ കൈ വീർത്ത് വയറ് വീർത്ത് വരണം. നമ്മളുടെ ലങ്സ് അവിടെയാണ് ഇരിക്കുന്നത്. ലങ്സ് വയറിന് തൊട്ട് മുകളിലായിട്ടാണ്. അപ്പൊ നമ്മുടെ ലങ്സിന്റെ ഒരു വീർക്കുന്നതും ചുരുങ്ങുന്നതാണ് നമ്മള് ഇവിടെ വയറിന്റെ മൂവ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത്. ബ്രീത്ത് എടുക്കുമ്പോൾ വയറ് ഉയർന്നു വരണം. ബ്രീത്ത് പുറത്തേക്ക് വിടുമ്പോ വയറ് താണു വരണം. താഴ്ന്നു വരാത്ത ആൾക്കാര് ഇതൊന്ന് പതുക്കേനെ വെച്ച് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം. നമ്മള് വയറിന്റെ വലത്തെ സൈഡില് കൈ വെക്കുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തിട്ട് ശ്വാസം പുറത്തേക്ക് വിടാം. ശ്വാസം ഫുള്ളായിട്ട് പുറത്തേക്ക് വിടാം. മനഃപൂർവ്വമായിട്ട് പുറത്തേക്ക് വിടാം. എന്നിട്ട് ബ്രീത്ത് എടുക്കുമ്പോ കൈയിനെ ഉയർത്തി കൊണ്ടുവരുന്ന രീതിയിൽ ശ്വാസം എടുക്കുക. അപ്പൊ വയറിങ്ങനെ ഉയർന്ന് വലത്തെ സൈഡ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇടത്തെ സൈഡിൽ വെക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ബ്രീത്ത് എടുക്കുമ്പോ വയറിനൊന്ന് വീർപ്പിച്ച് കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുക. ഒന്ന് പ്രസ് ചെയ്തിട്ട് ശ്വാസം പുറത്തേക്ക് വിടാം. എന്നിട്ട് ബ്രീത്ത് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോ ശരിയായിക്കോളും. ഇന്ന് തന്നെ ശരിയാക്കാൻ നിൽക്കണ്ട ഇന്ന് കേട്ടോ തന്നെ ഷക്കീല. ശരിയാവാൻ പറ്റില്ല, കുറച്ച് സമയം എടുത്തിട്ടേ ശരിയാവുള്ളൂ. കുറേ നാളുകളായിട്ട് നമ്മൾ തെറ്റായിട്ടുള്ള ബ്രീത്തിങ് ചെയ്ത് ഇങ്ങനെ കറക്റ്റ് അല്ലാണ്ടായി കിടക്കുന്നതാണ്. അത് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടേ ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ കറക്റ്റ് ബ്രീത്തിങ് പാറ്റേൺ ആണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. ഇത് രണ്ടും ഡെയിലി ചെയ്യാം. എന്നിട്ട് അടുത്ത തവണ റിസൾട്ട് ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പൊ ന്യൂ മെമ്പേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളടക്കം ഞങ്ങൾ കഴിഞ്ഞ തവണ ചെയ്തപ്പോ ഞാൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു, നമ്മൾ എന്താ ഫീൽ ചെയ്യുന്നേ? ബ്രീത്ത് എടുക്കുമ്പോ വയറുള്ളിലേക്ക്, ബ്രീത്ത് പുറത്തേക്ക് വിടുമ്പോ വയറ് വീർക്കുന്നതെന്നല്ലേ? അത് ശരിക്കും തെറ്റാണ് എന്നുള്ളതാണ്. അത് പിന്നെ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കുക. അത് ഒന്നാമത്തെ കാര്യം. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അത് കറക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളോട് പറഞ്ഞത്, നമ്മളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൗണ്ട് ചെയ്യുക. നമ്മളെ ഒന്നാമത് എല്ലാവർക്കും സ്ട്രെസ്സാണ്. സ്ട്രെസ് തന്നെയാണ് എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പൊ നമ്മൾക്ക് സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളത് എന്താ പറയുക, ശ്രമിച്ചാൽ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും കുറച്ച് സമയം ഇത് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ വെനസ്ഡേയില് കൃത്യമായിട്ടൊരു ടോപ്പിക്ക് തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങളുടെ ഈ പിന്നെ എന്താ പറയാ, നമ്മളുടെ ശ്വാസം എടുക്കുന്നതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അതല്ലേ ഫസ്റ്റ്. നമ്മളെ പിന്നെ ശ്വാസം എടുക്കുന്നതിൽ തന്നെ മിസ്റ്റേക്ക് ആണെങ്കിൽ ബാക്കിയെല്ലാം പിന്നെയല്ലേ. ബോഡി പെയിന് അല്ലെങ്കിൽ നമ്മളുടെ ജോയിന്റ് പെയിന് അതൊക്കെ പിന്നെയല്ലേ കറക്റ്റ് ചെയ്യേണ്ടത്. ഇതാദ്യം. അപ്പൊ ആ ഒരു ബേസ് ചെയ്തിട്ട് നിങ്ങളെ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ജോയിന്റ് പെയിൻ കുറക്കാൻ വേണ്ടിയിട്ട്, നെക്ക് പെയിൻ കുറക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഞാനൊരു സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു സിലബസ് പ്രകാരമാണ് ആദ്യ ക്ലാസ് എടുക്കുക. അപ്പോൾ ആതിരയുടെ ക്ലാസ് ആണ് നമ്മൾ വെൽനസ് വെനസ്ഡേയിൽ ഉണ്ടാവുന്നത്. അതിനിടയിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആതിര തന്നെ മറ്റ് യോഗ കൂടാതെ വേറെ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ മൈൻഡ് ഫ്രീ ആവാൻ കുറച്ച് പാട്ടൊക്കെ കേൾക്കുക. അതുപോലെ തന്നെ മറ്റേ സൂംബ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ മൈൻഡ് ഫ്രീ ആയിരിക്കുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ ഫിസിക്കലി ഓക്കെ ആയിരിക്കുക. ഇതൊക്കെയാണ്. ഇടയ്ക്കൊരു ക്ലാസ് നമുക്ക് സൂംബ വെക്കാട്ടോ. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കില് എനിക്ക് ഒരു എക്സാം ആണ്. അപ്പൊ ഞാൻ അതിന് പകരം ഞാൻ ഒരാളെ സൂംബയുടെ ഇൻസ്ട്രക്ടർ ആയിട്ട് ഞാൻ വെച്ച് തരാം. ഓക്കെ. അപ്പൊ ആ സൂംബയും കൂടി പ്രാക്ടീസ് ചെയ്താല് നമ്മളൊന്ന് മൈൻഡ് ഫ്രീ ആവും, നമ്മുടെ കൂളാവും, സ്ട്രെസ് കുറയും.
അങ്ങനെയൊക്കെ ഇതില് നിങ്ങൾ ഇത് നമ്മൾ പുറത്തേക്ക് അങ്ങനെ ഔട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോ ഓൺ ചെയ്യുന്നത് കൊണ്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. എന്തായാലും കൃത്യമായിട്ട് ഈ വെൽനസ് നിങ്ങളൊന്ന് ഡ്രസ്സിങ് ശ്രദ്ധിക്കുക. കാരണം യോഗ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്നിട്ട് ക്യാമറ ഓൺ ചെയ്യുക. കാരണം ആദ്യമൊക്കെ നിങ്ങളെ തിരുത്തി തരേണ്ട, ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് തരണമെങ്കിൽ അത് ചെയ്ത് തരണമെങ്കിൽ നമ്മൾ എന്തിനാ നാണക്കേട് വിചാരിക്കുന്നേ? നമ്മളിപ്പം ജിമ്മിൽ ലേഡീസ് പോകുന്നുണ്ട്, യോഗ ക്ലാസ്സിന് പോകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മളുടെ ലൈഫ് ടൈമിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും. എന്നാൽ മാത്രമല്ലേ നമുക്ക് നമ്മളുടെ സമയവും നമ്മുടെ എനർജി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ, ഫാമിലിക്ക് കൊടുക്കാൻ പറ്റൂ. നമ്മൾ ഹെൽത്തി അല്ലെങ്കിൽ നമ്മളെ എത്ര കെയർ ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ ഹെൽത്തി അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്തായി മാറും? ഒരു ബുദ്ധിമുട്ടായി മാറില്ലേ? ആരും ബുദ്ധിമുട്ടെന്ന് പറയില്ലെങ്കിലും അങ്ങനെ ആയി മാറില്ലേ? അപ്പൊ നമ്മൾ ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, മൈൻഡ് ഫ്രീ ആയിരിക്കുക, സ്ട്രെസ് കുറക്കുക. ഇതൊക്കെ വേണം. അതിനൊക്കെ കൃത്യമായിട്ട് ലൈവ് സെക്ഷനിൽ അറ്റൻഡ് ചെയ്യുക. ഇവര് പറഞ്ഞു തരുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുക. എന്തുണ്ട് ആതിരന്റെ ക്ലാസ്സിനെ കുറിച്ച്? ആതിരക്ക് റേഞ്ച് ഇഷ്യൂസ്, ആതിര എപ്പോഴും ഇവിടുന്ന് എല്ലാ ക്ലാസ് എടുക്കുന്നത്. ഇന്ന് അവിചാരിതമായി മോൾക്ക് പനി ആയതുകൊണ്ട് ആള് പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന അങ്ങനെ ഒരു ടൈമിന്റെ ഒരു മാറ്റം വന്നതുകൊണ്ടാണ്, അവിചാരിതമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ ഈ നമ്മുടെ 100 ഡേയ്സ് പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഒരു 1 വീക്ക് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഒരു അവസരം നിങ്ങൾ എന്താ പറയാ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഷീമിത്രയുടെ ഒരു പാർട്ട് ആവാൻ ശ്രമിക്കുക. ഷീമിത്രന്റെ പല ഡിവിഷനിലും ഏതിലെങ്കിലും ഒന്ന് പാർട്ട് ആവാൻ ഒരു ഭാഗമാവുക. എന്നിട്ട് ആ ഡിവിഷന്റെ ഓൾ ഇൻ ഓൾ അതിന്റെ പില്ലേഴ്സ് ആയിട്ട് മാറുക. ഷെക്കീലാക്കൊക്കെ നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ എപ്പോഴും ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നാൽ അത് മാറുമോ? ഇല്ല. അത് മാറാനുള്ള ഒരു സംവിധാനം നിങ്ങൾ സെർച്ച് ചെയ്യുക. അത് നിർബന്ധമായിട്ടും ഷീമിത്രയോടൊപ്പം ഞാൻ പറയില്ല. പക്ഷെ ഷീമിത്ര ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്ക് വേറൊരു സംവിധാനവും ഷീമിത്ര പോലെ നിങ്ങളോട് ചേർന്ന് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഉറപ്പായിട്ടും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ പുറത്തു പോകണ്ട, നിങ്ങൾക്കുള്ള മെറ്റീരിയൽസ് കിട്ടും, നിങ്ങൾക്കുള്ള മാർക്കറ്റിംഗ് കിട്ടും, നിങ്ങൾക്ക് എനി ടൈം പേഴ്സണൽ ഫോളോ അപ്പ് കിട്ടും, നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിങ് സംവിധാനം ഉണ്ടാവും. അപ്പം ഈ ഒരു അവസരം നിങ്ങൾ ഇപ്പൊ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് ആ ഡിവിഷൻസിലേക്കെല്ലാം പില്ലേഴ്സ് ആയിട്ട് ഒരു ടീം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പോവാന്നല്ലാതെ ആ ഒരു സംവിധാനത്തിന്റെ ഭാഗമാകാൻ കഴിയില്ല. അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആരും തന്നെ പരസ്പരം കാണാത്തവരാണ്. പരസ്പരം കാണും. നമ്മൾ എവിടെയെങ്കിലും എന്താ പറയാ ഒന്നിച്ച് നിൽക്കും, ഒന്നിച്ച് യാത്ര പോവും, കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങളുടെ കൂടെ എന്തായാലും ഒരു വലിയൊരു സംവിധാനം ഉണ്ടാവും എന്നുള്ള കാര്യം മാത്രം ഓർമ്മിക്കുക. ഇന്നലെ മുതൽ തുടക്കം കുറിച്ച ഒരു സംവിധാനം നിങ്ങൾക്ക് എല്ലാ രീതിയിലും, നിങ്ങൾക്ക് കുറേ സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? ആ സ്വപ്നങ്ങളെല്ലാം റിയൽ ആയിട്ട് മാറാൻ അല്ലെങ്കിൽ ആ സ്വപ്നത്തിന്റെ കൂടെ ഒരു സപ്പോർട്ടിങ് സംവിധാനം നിങ്ങളുടെ കൂടെ ഉണ്ട്. അതൊക്കെ ദൈവത്തിന്റെ നിശ്ചയം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിന് നിങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും, ഷുവറാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുക. അതോടൊപ്പം തന്നെ നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ആരോഗ്യത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ, എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്യാൻ ഒരുപാട് വലിയ ഫീസൊന്നും കൊടുത്ത് പഠിക്കാനൊന്നും പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു 250 സ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. 250 എന്നുള്ളത് ആ ഒരു പേയ്മെന്റ് അല്ല, നമ്മളെ കൂടെ അവർക്കൊരു കൈ കൊടുക്കലാണ്. അങ്ങനെ കൈ ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ചേർത്ത് നിർത്താൻ നോക്കുക. അപ്പൊ ആതിര ഇന്ന് കുട്ടികളുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. കൗണ്ട് കുട്ടികൾക്കും സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ കുട്ടികളൊന്നും ഇത്ര നേരം ഒന്നും ഇരിക്കില്ല. അവര് 2 മിനിറ്റ് ഇരിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് അത്രയും നേരം ഇരുത്തിയാൽ മതി. അതുകൊണ്ട് പതുക്കേനെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മതി. പിന്നെ ഇതിൽ ആസ്മ പേഷ്യൻസ് ഉണ്ടാവും. ആസ്മ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും ഒരാഴ്ച ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് അവർക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഓക്കെ, മുന്നേ ഉള്ള അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ മെയിൻ ആയിട്ടൊന്ന് ട്രൈ ചെയ്യാ. അല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോഴേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏജ് കൂടുതലായി ആയി വരുമ്പോഴാണ് നമുക്ക് വരുള്ളൂ ഈ അസുഖങ്ങളൊക്കെ. അതിന്റെ ഒരു പാർട്ടാണ് ഇതൊക്കെ നമുക്ക് ഇപ്പോഴേ അറിയണത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഏജ് ആവുമ്പോ എന്തായിരിക്കും അവസ്ഥ?
അന്നത്തെ ആൾക്കാര് പിന്നെയും കുറെയൊക്കെ ഈ ഇതുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ വേറൊരു ഓക്കെ. കാര്യം, അതിനിടയിൽ ഞാനൊരു കാര്യം പറയാം. നമ്മളുടെ ഈ പിന്നെ പരിസരത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകള്, പൊടി കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാരെയും ഈ ഇതിനെയൊക്കെ ബാധിക്കുന്നുണ്ട് അല്ലെ? ഇതിനൊക്കെ ബാധിക്കുന്നുണ്ട്, ലങ്സിനൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മുന്നേ ഇങ്ങനെ ഇറിറ്റേഷൻ ആയിട്ട് കുറെ ഗൾഫിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയപ്പോഴൊക്കെ ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. അപ്പൊ ഇങ്ങനെ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തപ്പോ പറഞ്ഞു ശ്വാസകോശം ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുകയാണ്, കുറച്ച് തൂങ്ങിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പം പല കാര്യങ്ങളും അന്ന് എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ ടെക്സ്റ്റൈൽ സ്ക്രീൻ പ്രിന്റിങ്ങിന്റെ ക്ലാസ് എടുക്കുമ്പോൾ യൂസ് ചെയ്ത കെമിക്കലിന്റെ സൈഡ് എഫക്റ്റ് ആണ്. അപ്പൊ പല കെമിക്കലിന്റെ ഇടയിൽ കൂടിയാണ് നമ്മളുടെ ലൈഫ് പോകുന്നത്. അപ്പം നമ്മളുടെ ഓരോ ഓർഗൻസ്, ഓരോ അവയവത്തിന്റെയും എന്താണ് പവർ ഒരു കൂട്ടുക കാര്യം എന്നുള്ളത്. ശ്രദ്ധിക്കേട്ടാ, നമ്മള് ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മള് കൂടുതൽ മലിനമായിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തില് പ്രാണായാമോ ഈ ബ്രീത്തിങ് എക്സസൈസുകളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. പൊടിയും കൂടുതൽ ഇതുകളും നല്ല മാക്സിമം ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് ചെയ്യുക, എന്നാലേ അതിന്റെ റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതേതായാലും പറഞ്ഞ നന്നായി കേട്ടോ. ഞാനിപ്പോ അത് കാര്യം സംസാരിച്ചോണ്ടെങ്കിൽ നമ്മുടെ ഇത്രയും ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തിട്ട് മലിനമായ ഒരു സാഹചര്യം ആണെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുക, അത് വലിയൊരു പ്രാധാന്യം തന്നെയാണ് കേട്ടോ. ഓട്ടപ്പാച്ചലിന്റെ ഇടയ്ക്ക് അത് മാറ്റി വെക്കണ്ട. അപ്പൊ ഇന്നത്തെ ക്ലാസ് ആതിര ഈ പല പ്രയാസങ്ങളുടെ ഇടയിലും വളരെ കൃത്യമായിട്ട്, റേഞ്ചിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് സാഹചര്യം കൊണ്ടാന്നുള്ളത് മനസ്സിലാക്കാം. എന്നാലും നല്ല കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. നമ്മൾ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ നോട്ട് സെൻഡ് ചെയ്ത് തരാം എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ കാണാം. നാളത്തെ ക്ലാസ് എന്താണെന്നറിയോ? എന്താ? ടേസ്റ്റി തേഴ്സ്ഡേ ആണ്. ഒരു ഫുഡ് റെസിപ്പി ആയിട്ട് നാളെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്. ഓക്കെ, താങ്ക് യു ആതിര. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. നിങ്ങൾ എൻ്റെ അടുത്ത് നന്ദി പറയുന്നത് പോലെ താങ്ക് യു. നിങ്ങൾ കൊടുത്ത ഒരു ഓപ്പർച്യൂണിറ്റിക്ക് നന്ദി പറയാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ താങ്ക് യു മിസ്സേ.